ഒരു 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 പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ സ്വന്തം കാഷ്ടവും മത്തിത്തലയും വെച്ചു കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി എന്താ തിന്നുക? എന്താണ് കഴിക്കുക? മത്തിത്തലയെ കഴിക്കുള്ളൂ. മുട്ടലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ചു കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? ഇത് രണ്ട് കൂട്ടി കുഴച്ച് കഴിക്കും. ഇതാണ് മനുഷ്യൻ. സ്വന്തം മലവും കഴിക്കുമാര് മനുഷ്യക്കുട്ടി. ഒരു പട്ടിക്കുട്ടി എന്ത് ചെയ്യൂല? സ്വന്തം മലം കഴിക്കൂല. പക്ഷെ മനുഷ്യക്കുട്ടി എന്ത് ചെയ്യും? എങ്ങനെ ഈ പട്ടിയും ഈ മനുഷ്യനും ഒരുപോലെയാവുന്നത്? ഈ മനുഷ്യക്കുട്ടിയോട് ആ സന്ദർഭത്തിൽ പറയണം, മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം. പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ അരുതാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മനുഷ്യന് പക്ഷെ അരുതായ്മകൾ എന്ത് എന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അവ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ്. അങ്ങനെ ഉണ്ടല്ലോ, അവയുടെ നേച്ചർ. മനുഷ്യൻ പക്ഷെ മനുഷ്യനാകുന്നത് നേച്ചർ അനുസരിച്ചല്ല, കൾച്ചർ അനുസരിച്ചാണ്. വ്യക്തി, കുടുംബം, സമൂഹം, ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത് ഓരോ പദങ്ങളും മണിക്കൂറുകളോളം വിശകലന വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം കൂടി ചുരുക്കി പറയുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ അതിന് സ്വാഭാവികമാണ്. ഈ കാലത്തെക്കുറിച്ച് വ്യത്യസ്ത സ്വഭാവത്തിലെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഈയിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രയോഗം, സ്വർണം പോലും തുരുമ്പ് പിടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പിന്നെ ഇരുമ്പിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇത് മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇത് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മളിന്ന് മിക്കവാറും ചർച്ച ചെയ്യാറുള്ളത് പുറത്തുള്ള കുറെ മാലിന്യങ്ങളെ കുറിച്ചാണ്. വ്യത്യസ്ത മലിനീകരണങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ജലമലിനീകരണം, വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, ആകമൊത്തം പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ. ഈ മലിനീകരണങ്ങളെക്കാളൊക്കെ അപകടകരമായ മലിനീകരണം എന്ന് പറയുന്നത് മനസ്ഥിതി മലിനീകരണം. നേരത്തെ പറഞ്ഞ എല്ലാ മലിനീകരണങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണവും മനുഷ്യ മനസ്ഥിതി മലിനമായി എന്നതുകൊണ്ടാണ്. ഇവിടെ വായു മലിനമായതിന്റെ പിന്നിൽ, അല്ലെ, അന്തരീക്ഷ പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഒന്നും പിന്നിൽ പക്ഷിമൃഗാദികൾക്കൊന്നും ഒരു പങ്കുമില്ല. അതിൻ്റെയൊക്കെ പങ്ക് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അതിനെ നിർമ്മലമാക്കിയെടുക്കാൻ വഴികൾ തേടേണ്ട ഒരു കാലമാണ്. ഇത് അറിവില്ലാത്തത് കൊണ്ട് അല്ല സംഭവിക്കുന്നത് എന്നതും നമുക്കറിയാം. കാരണം ഇത് അറിവിന്റെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അറിവിന്റെ കുറവല്ല സമൂഹത്തിനുള്ളത്. അപ്പോൾ പിന്നെ എന്തിന്റെ കുറവാണ് എന്ന് കണ്ടെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ വ്യക്തി, കുടുംബം, സമൂഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത്? വ്യക്തി നന്നാവണം, കുടുംബം നന്നാവേണ്ടതുണ്ട്, സമൂഹം നന്നാവണം, രാഷ്ട്രം നന്നാവേണ്ടതുണ്ട്, ലോകവും നന്നാവണം, എല്ലാം നന്നായി കാണണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഇതെല്ലാം നന്നാവുന്നതിനുള്ള പരിഹാരം എന്ത് എന്നതാണ് പ്രധാനം. ഇതിന് വ്യത്യസ്ത പരിഹാരങ്ങൾ പലരും നിർദ്ദേശിക്കാറുണ്ട്, പലരും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ സാധാരണ എല്ലാവരും പറയുന്ന ഒരു പൊതുപരിഹാരം എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നതിനുള്ള വഴി മനുഷ്യന് അറിവ് പകരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഒരു വിദ്യാലയം തുറന്നാൽ 2 കാരാഗ്രഹങ്ങൾ അടച്ചിടണം. പറഞ്ഞതിന്റെ അർത്ഥം വിദ്യ നൽകിക്കൊണ്ട് ആളുകളെ അരുതായ്മകളിൽ നിന്ന് തടയാം, അങ്ങനെ ജയിലറകൾ അടച്ചുപൂട്ടാം. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും.
അപ്പൊ വളയാതെ നേരായി മനുഷ്യൻ വളരണമെങ്കിൽ എന്ത് വേണ്ടതുണ്ട്? അറിവ് വേണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇതിലൊരു ചെറിയ തിരുത്ത് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യനെ നിരീക്ഷിച്ചാൽ ഇതിലൊരു തിരുത്ത് നമുക്ക് കാണേണ്ടി വരും, എന്നിട്ട് പരിഹാരം കാണേണ്ടി വരും. നമുക്കറിയാൻ പറ്റും, വായിക്കാതെ ഒരാളും ഡോക്ടർ ആവുന്നില്ല. ഇല്ലല്ലോ, വായിക്കാതെ ഒരാളും ഡോക്ടർ ആവുന്നില്ല. കാരണം അറിവില്ലാതെ ഒരാൾക്ക് ഡോക്ടർ ആവാൻ കഴിയില്ല. അപ്പൊ ഡോക്ടർ അറിവുള്ളവനാണ്. പക്ഷെ പത്രത്തിൽ ചിലപ്പോൾ ചില വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്നല്ല, അടിച്ചു മാറ്റിയെന്ന്. അപ്പൊ ഇതിന്റെ കാരണം ഈ ഡോക്ടർക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്താ ഈ പ്രശ്നം? വായിക്കാതെ ഒരാളും അധ്യാപകനാവുന്നില്ല. പത്രത്തിൽ പക്ഷെ വാർത്ത നമ്മൾ വായിക്കുമ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ചു എന്നല്ല, പിന്നെന്താ? പീഡിപ്പിച്ചു, അക്ഷരത്തെറ്റ് പോലെ. യഥാർത്ഥത്തിൽ അച്ചടിച്ചപ്പോൾ ഉണ്ടായ അക്ഷരത്തെറ്റല്ല, അധ്യാപകൻ ജീവിത കഥ രചിച്ചപ്പോൾ സംഭവിച്ച അക്ഷരത്തെറ്റാണ്. ഈ അക്ഷരത്തെറ്റ് വരാനുള്ള കാരണം എന്താ? ഇത് അധ്യാപകൻ അറിവില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ അറിവുണ്ട് എന്നതുകൊണ്ട് മനുഷ്യനെ അരുതായ്മയിൽ നിന്ന് തടയാൻ സാധ്യമല്ല എന്ന വസ്തുതയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അറിവിനപ്പുറത്ത് മനുഷ്യൻ ഉണ്ടാകേണ്ടത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ സംഭവിക്കുക, സാധാരണ പറയാറുണ്ട്, ഇപ്പോ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണ് എന്നതെന്താണ്? അതൊരറിവാണ്. പക്ഷെ അതെനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ്. ഇതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവനും കള്ളനായി മാറും. അപ്പൊ അറിവുള്ളത് കൊണ്ട് എന്താവില്ല. ഇന്നിപ്പോ നമ്മുടെ രാഷ്ട്രീയ ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇവരൊന്നും അറിവില്ലാത്തവരല്ല. യഥാർത്ഥത്തിൽ കള്ളന്മാരെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ രാഷ്ട്രീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അറിവില്ലാത്തത് കൊണ്ടല്ല അവരവിടെ എത്തിയതും അവരത് ചെയ്തതും, അറിവുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിവില്ലായ്മയാണ്. ഇത് മൊത്തം മനുഷ്യനെ ബാധിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക, തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ സംഭവിക്കുക, ഇത് ജീവിതത്തിന്റെ സകല മേഖലകളെയും സ്വാധീനിക്കും. സ്വന്തം അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ കാണുമ്പോൾ അതൊരു സ്ത്രീയാണെന്നത് എന്താണ്? അതൊരറിവാണ്. അല്ലെ, സ്വന്തം അമ്മയെ കാണുമ്പോൾ, ഉമ്മയെ കാണുമ്പോൾ, അല്ലെങ്കിൽ സഹോദരിയെ കാണുമ്പോൾ അത് സ്ത്രീയാണെന്നതൊരറിവാണ്. എന്നാൽ അത് സ്ത്രീ മാത്രമല്ല, അതെന്റെ അമ്മയാണ്, അതെന്റെ ഉമ്മയാണ്, അതെന്റെ സഹോദരിയാണ് എന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമീപനങ്ങൾ മാറും. ഇങ്ങനെ സമീപനങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സമീപനങ്ങൾ മാറത്തക്ക വിധമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇതിന്റെ ദുരന്തങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യം അറിവിനപ്പുറത്തുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, ലോകത്തെ മൊത്തം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾവെളിച്ചമുണ്ട്. അത് നമ്മളെ നയിക്കുമ്പോഴല്ലാതെ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനം അല്ലെങ്കിൽ ശാന്തി, സ്വസ്ഥത ഇത് നേടിയെടുക്കാൻ സാധ്യമാവുകയില്ല എന്നതാണ്. ഇന്ന് മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ ഏറ്റവും അബദ്ധജടിലമായ ഒരു പഠിപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ വ്യക്തി എന്ന് പറയുന്നവരാണ്. ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. അതിൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന കൂടുതൽ സ്വാധീനമുള്ള കാഴ്ചപ്പാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, ഈ ആരാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലളിതമായ അവൻ പഠിക്കുന്ന മനസ്സിലാക്കിയ ഉത്തരം അനുസരിച്ച് യുഗങ്ങളോളം പരിണാമത്തിന് വിധേയമായി വാല് നഷ്ടപ്പെട്ടു പോയ ജന്തുവാണ് മനുഷ്യൻ. മാത്രമല്ല ആ ജന്തുക്കളിൽ കുറച്ച് ഏറ്റവും പരിണാമ ശ്രേണിയിലെ ഉന്നതൻ. ആ വ്യക്തി എന്ന് പറയുന്നതാകട്ടെ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ വ്യക്തിയുടെ മേൽ മറ്റൊന്ന് ഇല്ലെന്ന് മാത്രമല്ല ഒരു നിയന്ത്രണവും ഉണ്ടാവാനും പാടില്ല. പുതിയൊരു ഒരു പഠിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് യഥാർത്ഥത്തിലെല്ലാം. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെതാണ് ശരീരം.
അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത്. ഇതിലാരും ഇടപെടാൻ പാടില്ല. ഇങ്ങനെയുണ്ടല്ലോ, വ്യക്തിയെ തന്നെ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ദൈവം, അത് സൃഷ്ടിക്കുന്ന ഒരു മതം, ഇതിലാണ് ഇപ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അറിയുന്നില്ലെന്നോ. അതിങ്ങനെ സൂക്ഷ്മ വിശകലനം നോക്കിയാൽ നമുക്കതിങ്ങനെ മനസ്സിലായി വരും. അപ്പൊ വ്യക്തി എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഇതിന്റെ മുകളിൽ ഒരു ശക്തിയും ഇല്ല. ഇതാണ്. അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും എന്തുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന് മാത്രമല്ല, ആ വ്യക്തിയെ ഈ സ്വാതന്ത്ര്യത്തിന് തടയുന്ന എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടോ സമൂഹത്തിൽ, അതെല്ലാം ഇല്ലാതാക്കണം. അതിൽ നിന്നൊക്കെ വ്യക്തിയെ സ്വതന്ത്രമാക്കണം. ഒന്ന് കുടുംബം, അല്ലെ, മറ്റൊന്ന് മതം, മറ്റൊന്ന് സമൂഹം. ഇങ്ങനെ എന്തെല്ലാം കെട്ടുപാടുകളുണ്ടോ ഇതിൽ നിന്നെല്ലാം മനുഷ്യനെ മുക്തമാക്കി സ്വതന്ത്രമാക്കണം എന്നാണ് ഈ ലിബറലിസം എന്നൊക്കെ പറയുന്ന മനോഹരമായ പദത്തിലൂടെ നമ്മൾ അല്ലെ പറയുന്ന അതിൻ്റെയൊക്കെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് വ്യക്തിയെ സ്വതന്ത്രമാക്കുക. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. അതിന്റെ പിന്നിൽ ഒരു ശക്തി, ഇതേക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ എന്തില്ല, അതെല്ലാം നിരാകരിക്കപ്പെടുകയാണ് വേണ്ടത്. കാരണം അല്ലെങ്കിൽ മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോകും എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ആ പറയുന്ന ഉണ്ടല്ലോ, ഒരു വ്യക്തി എന്ന് പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രനാണ്, അതിൻ്റെ മുകളിൽ ഒരു ശക്തിയും ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് മാത്രമല്ല, ഇത് പറയുന്നത് യുക്തിവാദികൾ എന്ന് പറയുന്നവരാണ് കൂടുതൽ. അതിൽ നിന്നാണ് യുക്തിവാദത്തിൽ നിന്നാണ് യുക്തിവാദവും ഒക്കെ വരുന്നത്. പുതിയ തലമുറ ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ ഇങ്ങനെ. ഇതിന്റെ പിന്നിൽ ആ യുക്തി, അതെന്താണ് ആ യുക്തി, ഏതാണ് ആ യുക്തി? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ യുക്തി മനുഷ്യനോട് പറയുന്നത് വ്യക്തിയുടെ മുകളിൽ ശക്തി ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ശരിക്കും മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തി വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യന്റെ യുക്തി പറയും. കാരണം യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള മനുഷ്യന്റെ ശേഷിയാണ്, കഴിവാണ്. പുക കണ്ടാൽ അറിയാം എന്ത്, എവിടെയോ തീ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗ്രന്ഥം കണ്ടാൽ അറിയുമെന്ത്, അതിന്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണല്ലോ. ഒരു മേശ കണ്ടാൽ അറിയാമെന്ത്, അതിന്റെ പിന്നിൽ ഒരു ആശാരിയുടെ കരവിരുതുണ്ട്. ഒരു ശില്പം കണ്ടാൽ അറിയും, അതിന്റെ പിന്നിൽ ഒരു ശില്പിയുടെ കരവിരുതുണ്ട്. എങ്കിൽ സൃഷ്ടികളെ കണ്ടാൽ മനുഷ്യൻ അറിയണമെന്ത്, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യമുണ്ട് എന്ന്. ഇത് മനുഷ്യന്റെ ലളിതമായ യുക്തിയല്ലേ? അതേസമയത്ത് ഈ പട്ടിക്കും പൂച്ചയ്ക്കും, ഈച്ചയ്ക്കും പൂച്ചയ്ക്കും, കോഴിക്കും കഴുതയ്ക്കും ഒന്നും ഇതില്ല. ഏത് യുക്തി? അതുകൊണ്ട് ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു മേശ കണ്ടാൽ മേശയുണ്ട്, അവിടെ ഒരു മേശയുണ്ടെന്നറിയും. പക്ഷെ അതിന്റെ പിന്നിലെ ഒരു ആശാരിയുടെ കരവിരുതിനെ അറിയാൻ കഴിയില്ല. അങ്ങനെ ആയിക്കൂടെ ആര് മനുഷ്യൻ ഒരു കാര്യം കൂടി അറിയും. മേശ കണ്ടാൽ മേശ മാത്രമല്ല, മേശയുടെ പിന്നിലെ ആശാരിയുടെ കരവിരുതിനെയും അറിയാൻ മനുഷ്യന് കഴിയും. ഇതാണ് മനുഷ്യന്റെ സവിശേഷത എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അപ്പൊ മനുഷ്യൻ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്, കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ യുക്തിവാദത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, അതിനപ്പുറത്തേക്ക് എന്ത് പോകുന്നില്ല. അപ്പൊ ഒരു മേശ കാണുമ്പോൾ മേശ, അതിനപ്പുറത്തെ ആശാരിയിലേക്ക് അത് പോവില്ല. കാരണം എന്താ? കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ലായ്മയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ജീവിത വീക്ഷണം മനുഷ്യനെ എത്തിക്കുന്ന ദുരന്തങ്ങളുണ്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നതിന്റെ, അതായത് വിശുദ്ധ ഖുർആൻ പിന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിന്നിലുള്ള ശക്തിയെ അറിയുന്നതിന് വ്യത്യസ്ത ഉദാഹരണങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ സൃഷ്ടികളെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിലൊരു മഹാദൃഷ്ടാന്തമായി മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇണകളായി സൃഷ്ടിച്ചതിനെ ഒരു വലിയ ദൃഷ്ടാന്തമാക്കി പഠിപ്പിക്കുന്നു. ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, കാരണം ഈ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആലോചിക്കാൻ അതിലുണ്ട്. കാരണം എന്താണ്? അതിലൊരു വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആണിനെ കണ്ടുകൊണ്ട് പെണ്ണിനെ, അങ്ങനെയാണല്ലോ, പെണ്ണിനെ കണ്ടുകൊണ്ട് ആണിനെ തേടുന്ന പെൺവികാരം, പെണ്ണിനെ തേടുന്ന ആൺവികാരം, പരസ്പര പൂരകമായ ശരീരപ്രകൃതം. ഇതെല്ലാം എന്തിനാ?
ഇണചേരൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കാനാണ്. ഇണചേരൽ എന്തിനാ? വംശവർദ്ധനവ് എന്ന് പറയുന്ന ഒന്നിനാണ്. ഇത് ആരുടെ തീരുമാനം? അത് ഈ മുൻ പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ട്. ഈ പ്ലാനിങ് ആണും പെണ്ണും ഇരുന്ന് തീരുമാനിച്ചുണ്ടാക്കുന്ന ഒരു പ്ലാനിങ് അല്ലല്ലോ അത്. ആണും പെണ്ണും തീരുമാനിക്കുന്ന ഒരു പ്ലാനിങ് അല്ല. ആണും പെണ്ണും ഉണ്ടായിരിക്കുന്നത് ഒരു മുൻ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്, ഇണചേരൽ എന്ന് പറയുന്നത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ വംശം നിലനിൽക്കുന്നത്. ഇത് ഒരു മുൻ പ്ലാനിങ് ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മഹാദൃഷ്ടാന്തമാണ്. മാത്രമല്ല, അങ്ങനെ ആ ഇണചേരൽ എന്ന് പറയുന്ന പ്രക്രിയ തന്നെ നമ്മളോട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ രൂപപ്പെടുന്ന ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ്. ഇത് ദൈവവുമായി ബന്ധപ്പെട്ട 3 കാര്യം വ്യക്തമാകും. ഒന്ന്, ഇതിന്റെ പിന്നിലുള്ള, അത് വ്യക്തിയുടെ പിന്നിലുള്ള ശക്തിയുടെ അസ്തിത്വത്തെക്കുറിച്ചാണ്. മറ്റൊന്ന്, ആ ശക്തിയുടെ ഏകത്വത്തെക്കുറിച്ചാണ്. മറ്റൊന്ന്, ആ ശക്തിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. അപ്പൊ അസ്തിത്വവും ഏകത്വവും മഹത്വവും എല്ലാം വളരെ കൃത്യമായി ബോധ്യപ്പെടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ മാതാവിന്റെ ഗർഭാശയത്തിൽ വളരുന്ന ഒരു കുഞ്ഞ്, ആ ഗർഭാശയത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണുകൾ ഉണ്ടാകുന്നത്. ഈ കണ്ണുകൾ എന്തിനു വേണ്ടിയാണ്? കാണാൻ വേണ്ടിയാണ്. പുറത്തിറങ്ങി കാണാനാണ് അകത്തെ കണ്ണുകൾ ഉണ്ടാകുന്നത്. പക്ഷെ ഈ ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിന് അറിയില്ല പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരും എന്നൊന്നും. മാതാപിതാക്കൾ ഇതിൽ ഇടപെടുന്നില്ല. പക്ഷെ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകൾ രൂപപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യാദൃശ്യമല്ലല്ലോ. യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല. കണ്ണുകൾ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? കാണാൻ വേണ്ടിയാണ്. അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിന്റെ അർത്ഥം അത് യാദൃശ്ചികമായിട്ടുള്ളതല്ല, അത് ബോധപൂർവം തന്നെ ഒരു ആസൂത്രണത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഓരോ അവയവങ്ങൾ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ. മാത്രമല്ല, അതിന്റെ സ്ഥാനവും എണ്ണവും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക നമ്മൾ. കണ്ണിന്റെ സ്ഥാനം ഇതിവിടെ അല്ല വേണ്ടിയിരുന്നത്, മറ്റെവിടെയെങ്കിലാണ് വേണ്ടിയിരുന്നത് എന്ന് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറോ പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ല അത് വേണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. മൂക്കിന്റെ സ്ഥാനം ഇവിടെ അല്ല, കുറച്ചിപ്പുറത്തായി കുറച്ചുകൂടി നന്നായിരുന്നു ആരും പറഞ്ഞിട്ടില്ല. കയ്യിന്റെ ഘടന എങ്ങനെയല്ല വേണ്ടിയിരുന്നത്, കുറച്ചുകൂടി ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ. എണ്ണം നമ്മൾ നോക്കുക, എണ്ണവും അങ്ങനെ തന്നെ. സ്ഥാനം മാത്രമല്ല, അതിന്റെ എണ്ണവും ഘടനയും ഒക്കെ അങ്ങനെ തന്നെ. എണ്ണം ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പൊ കാല് 2 എണ്ണമാണല്ലോ. ഇപ്പോഴത്തെ നമ്മളൊരു പ്രകൃതം അനുസരിച്ച് 2 എണ്ണമാണ്. അതാണ് അതിന്റെ. അത് ഒന്നാണെങ്കിലോ പ്രശ്നമാണ്. 3 എണ്ണാണെങ്കിലോ 2 തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഘടനയിൽ. അതിനെന്ത്? ഇതിപ്പോ ആര് തീരുമാനിച്ചു? നമ്മളാരും ഇടപെട്ടിട്ടില്ലല്ലോ. അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ നോക്കാം. അതിന്റെ ഘടനയാകട്ടെ, എല്ലാത്തിലും എന്തുണ്ട്? ഈ അർത്ഥത്തിൽ വളരെ കൃത്യം. ഇത് ഇത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞാൽ നിർത്താതെ പറയാനുണ്ട്. അത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ ആ ജനിച്ചു വീണ ഒരു കുഞ്ഞിന് വിശക്കുന്നു, നിലവിളിക്കുന്നു, ഭക്ഷണം ആവശ്യമുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഇവിടെ കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികളൊന്നും പറ്റൂലല്ലോ ഒരു കുഞ്ഞിന്. പക്ഷെ ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണം എവിടെ ഉണ്ടാവുന്നത്? അത് മാതാവിന്റെ സ്തനത്തിൽ അമ്മിഞ്ഞപ്പാലായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഇത് മാതാവ് അറിയുന്നില്ല, പിതാവ് അറിയുന്നില്ല, കുട്ടി അറിയുന്നില്ല. പക്ഷെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല. അതിന്റെ ഒരു പ്രത്യേകത എന്താ? ഇന്ന് ലോകത്ത് നമുക്കറിയാലോ, ഇന്ന് ലോകത്ത് മനുഷ്യനുണ്ടാക്കുന്ന ഏത് ആഹാരം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു ഹോട്ടലിൽ കയറി 4 ആൾ കയറിയാൽ 5 തരം ചായ പറയുന്ന മനുഷ്യന്മാരാണ് അല്ലെ? ഒരു 4 ആൾ കൂടുന്നിടത്ത് വരെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഒരുപോലെ പറ്റില്ല. എന്നാൽ ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പറ്റുന്ന, ഒരു ദോഷവും ഇല്ലാത്ത, ഗുണം മാത്രമുള്ള ഒരൊറ്റ ഭക്ഷണ ലോകത്തുണ്ടാവുന്നുള്ളൂ. അത് മാതാവിന്റെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന അമ്മിഞ്ഞപ്പാലാണ്. ഇത്ര സമീകൃതമായ, ഗുണം മാത്രമുള്ള, ദോഷമൊന്നുമില്ലാത്ത ഒരാഹാരം ഒരടുക്കളയിലും പോകുന്നില്ല. ഇതിങ്ങനെ യാദൃശ്ചികമായി ഉണ്ടായിരുന്ന ആ യുക്തി ഏതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ നമ്മൾ യുക്തിവാദികൾ എന്ന് പറയുന്നവരാണല്ലോ ഇത് പറയുന്നത്, അതൊന്നും ഇല്ല. പക്ഷെ ആ യുക്തി ഏതാണ്? ഇത്രയും ആസൂത്രിതവും ഉദ്ദേശപൂർവവും കാര്യങ്ങൾ നടക്കുന്നു എന്നിരിക്കെ അതൊക്കെ യാദൃശ്ചികമാണെന്ന് പറയുന്ന ആ യുക്തി ഏതാണ്? അത് യഥാർത്ഥത്തിൽ യുക്തിയല്ലത്, അത് യുക്തി ഇല്ലായ്മയാണ്. അത് സാധാരണ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായക്കടയിലൊക്കെ കയറിയാൽ നമുക്ക് നെയ്യപ്പം കിട്ടും. ചായക്കടയിലൊക്കെ കിട്ടിയാൽ നെയ്യപ്പം കിട്ടും. നെയ്യപ്പത്തിന്റെ പ്രത്യേകത എന്താ? നെയ്യപ്പം എന്നാണ് പേരെങ്കിലും അതിൽ എന്തില്ല? നെയ്യില്ല. യുക്തിവാദത്തിന്റെ പ്രശ്നം എന്താ? യുക്തിവാദം എന്നാണ് പേരെങ്കിലും അത് എന്തില്ല? യുക്തിയില്ല. ഇതാണ് ഈ അടിസ്ഥാനം. അത് വിശുദ്ധ ഖുർആൻ നിരന്തരമായി മനുഷ്യരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തികളോട് പറയുന്നത്
നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗപ്പെടുത്തണം എന്നാണ്. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാം. ദൈവത്തിന്റെ അസ്തിത്വത്തെ മാത്രമല്ല, മഹത്വത്തെ മാത്രമല്ല, എല്ലാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ യുക്തി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നാണ്, അല്ലെ? ആ അർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ സൃഷ്ടിച്ച ആ മഹാശക്തി, ആ ശക്തിയാണ് ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരർത്ഥം എന്താ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും ദൈവമാണ്. ആ എല്ലാവരുടെയും ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് മതങ്ങൾ, സമുദായങ്ങൾ പ്രതിനിധീകരിക്കുന്ന ദൈവങ്ങളെ കുറിച്ചല്ല വേദങ്ങൾ പറഞ്ഞത്. അത് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങളെ കുറിച്ചല്ല വേദങ്ങൾ പറയുന്നത്. ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യൻ അറിയുക മനുഷ്യൻ സൃഷ്ടികളെ നോക്കി ചിന്തിക്കുമ്പോഴാണ്, ആലോചിക്കുമ്പോഴാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു ദൈവബോധം, ഇതിനൊരു സാമുദായിക, ജാതീയ, ഒരു ദേശീയ വർണ്ണം കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്റെയും നിങ്ങളുടെയും ലോകത്തെ മുഴുവൻ മനുഷ്യരെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ മഹാശക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ആ ശക്തി നമ്മളുടെ എല്ലാവരുടെയും ഉടമയാണ്. അപ്പൊ വ്യക്തിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മളുടെ ഉടമസ്ഥൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉടമയുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് മാത്രമല്ല, അത് അങ്ങനെയൊക്കെ ഇല്ലെന്ന് പറയുന്നവരും സ്വതന്ത്രനല്ല യഥാർത്ഥത്തിൽ. കാരണം എന്താ? മനുഷ്യൻ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജനിച്ച ഒരാളും ഇല്ല എന്നുള്ളത്. ഇത് സ്വന്തം ആഗ്രഹപ്രകാരം ജനിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലോ. സ്വന്തം മാതാപിതാക്കളെ ഒരാൾ ഇന്നവരെ തീരുമാനിച്ചിട്ടില്ല. സ്വന്തം നാട് ഏതാവണം എന്ന് മുതൽ ജനിക്കേണ്ടത് എവിടെയാവണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും എന്തല്ല, നമ്മളുടെ ഒരു തീരുമാനം അനുസരിച്ചല്ല, മനുഷ്യന്റെ ഇതനുസരിച്ചല്ല. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് പോലും നമ്മളുടെ തീരുമാനമല്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇനി ജീവിതത്തിന്റെ ഓരോ തലങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രിതമായിക്കൊണ്ടല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യവും മനുഷ്യന് യഥാർത്ഥത്തിലില്ല. ഇപ്പൊ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കൽ മുതൽ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ദുഃഖം ഉണ്ടാവാൻ പാടില്ല, സന്തോഷമാണ് ഉണ്ടാവുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ. ദുഃഖം നമ്മൾ അറിയാതെ കടന്നു വരുന്നു. വെറും സന്തോഷം മാത്രമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടായില്ല. ദാരിദ്ര്യം ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒക്കെ ഇഷ്ടപ്പെടുന്നത് എന്താ? സമ്പന്നതയാണ്. അതിനുവേണ്ടിയാണ് ഈ നെട്ടോട്ടം ഓടുന്നത് പലരും. പക്ഷെ എന്നിട്ടോ ഈ ദാരിദ്ര്യത്തെ അതിജയിച്ച് സമ്പന്നരാകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ സാധ്യമാകുന്നില്ല മനുഷ്യന്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കഴിയുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമാണ്, രോഗമല്ല. പക്ഷെ നമ്മളറിയാതെ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഏത് മനുഷ്യന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. ഇനി ചിലപ്പോൾ ഉണ്ടല്ലോ, മരണത്തിന്റെ കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. മരണം പോലും നമ്മളെടുത്താൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത്. മരണത്തിന്റെ കാര്യം പോലും അങ്ങനെ. ചിലപ്പോ നമുക്ക് തോന്നും, ആത്മഹത്യ ചെയ്യാന്നുള്ളത് അവനവൻ തീരുമാനിക്കും പോലെ ചെയ്തൂടെ? ആത്മഹത്യ പോലും അവനവൻ തീരുമാനിക്കുന്നത് പോലെ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നതാണ് ഈ ലോകത്തിന്റെ ഘടന. ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നടക്കില്ല. എന്റെ നാട്ടിലൊരു ഉദാഹരണം സാധാരണ പറയലുണ്ട്. അതായത് ഒരു സഹോദരൻ കുടുംബ വഴക്കുമായി, പിന്നെ ഭാര്യയുമായിട്ട് വഴക്ക്, അങ്ങനെ സ്ഥിരം വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ആത്മഹത്യ തീരുമാനിച്ചു. അങ്ങനെ കയറൊക്കെ എടുത്ത് അദ്ദേഹം ഒരു മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ ആ മരത്തിൽ കയറി തൊട്ടപ്പുറത്തു കൂടിയാണ് വഴി. അപ്പൊ ഈ ആത്മഹത്യയിലേക്ക് പോകുമ്പോണ്ടാകുന്ന വെപ്രാളുണ്ട്. ചുറ്റും നോക്കി ആളുകളെ കൊണ്ടൊന്ന് തൊട്ടപ്പുറത്തു കൂടി വഴിയുണ്ട്, ആളുകളുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കഴുത്തിൽ കയർ കുരുക്കി. അങ്ങനെ ചുറ്റും ആളുകളില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അദ്ദേഹം താഴേക്ക് ചാടി. സംഭവിച്ചത്, താഴെ നിലത്തേക്ക് അദ്ദേഹം വന്ന് വീഴുകയാണ് ചെയ്തത്. കാരണം ഈ കയറിന്റെ അങ്ങേയറ്റം കൊമ്പിൽ കെട്ടാൻ മറന്നുപോയിരുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ കാല് മുറിഞ്ഞ് പിന്നെ ആ വഴിയിലൂടെ പോകുന്ന ആളുകൾ കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ 42 വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പൊ മരിക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതും അങ്ങനെ നടക്കൂല. അപ്പൊ അതിന് ഉദാഹരണമാണ് നിങ്ങൾക്ക് തന്ന പുസ്തകത്തിൽ ആ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ചെന്നൈയിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന്
കുറച്ചു മുമ്പ് പത്രത്തിൽ വന്ന വാർത്തയാണത്. ഫ്ളാറ്റിൽ നിന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി താഴേക്ക് എടുത്തു ചാടി. അടിയിൽ ഉറങ്ങിയിരുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് വീണ് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ ചാടിയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. മരിക്കാൻ വേണ്ടി ചാടിയവൻ ജീവിക്കുന്നു, ജീവിക്കാൻ വേണ്ടി കടന്നുറങ്ങിയവൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് കണ്ടു 500 അതോ 5000 ഓർക്കുന്നില്ല, ഹൃദ്രോഗ വിദഗ്ധൻ തന്നെ ഹൃദ്രോഗം മൂലം മരണമടഞ്ഞു. എന്നുവെച്ചാൽ 5000-ഓളം ഹൃദ്രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൃദ്രോഗ വിദഗ്ധനാണ്, പക്ഷെ ഹൃദ്രോഗം മൂലം മരണമടയാണ്. ഈ മനുഷ്യനാണ് പറയുന്നത് എന്ത്? മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ തന്നെയാണ് യഥാർത്ഥം. ഇതിലും വലിയ അബദ്ധം ലോകത്ത് വേറെ ഇല്ല. ഏത്? മനുഷ്യൻ തന്നെയാണ് മനുഷ്യന്റെ മേൽ പരമാധികാരി എന്ന് പറയുന്നതിനേക്കാൾ വലിയ അബദ്ധം ലോകത്ത് വേറെ ആരും പറയുന്നില്ല. ഈ അബദ്ധത്തിലാണ് ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. അങ്ങനെ ഉണ്ടല്ലോ. ഈ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ഭൂമിയിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ എനിക്കറിയാം. ഇപ്പൊ എന്റെ കൈയാണല്ലോ, എന്റെ കൈ എനിക്ക് ഇങ്ങോട്ടേ വളയ്ക്കാൻ കഴിയുള്ളൂ, പക്ഷെ തിരിച്ചു വളയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാതുകൊണ്ട് എനിക്ക് കേൾക്കാൻ, പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. നാവ് കൊണ്ട് പറയാൻ, പക്ഷെ പറക്കാൻ കഴിയില്ലല്ലോ. എല്ലാത്തിനും എന്തുണ്ട്? പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ചെയ്യാവുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് എൻ്റെ ഈ കൈ കൊണ്ട് തല്ലാനും തലോടാനും കഴിയും. ഈ കൈ കൊണ്ട് നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. ഇതിൽ ദൈവം മനുഷ്യനോട് പറയുന്നത് എന്താണ്? നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരൊക്കെ എന്ന് പരീക്ഷിക്കുവാനാണ് ഈ ജീവിത മരണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കൈ കൊണ്ട് തല്ലാനും തലോടാനും കഴിയും. ദൈവം പറയുന്നു, നിങ്ങൾ അതുകൊണ്ട് തല്ലാനല്ല ഈ കൈ ഇത് തലോടാൻ, നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കണ്ണുകൊണ്ട് നല്ലതും കാണാം, ചീത്തയും കാണാം. ഇതേ കഴിയുള്ളൂ മനുഷ്യന്. ആ നിയന്ത്രണത്തിന് വിധേയമായി നല്ലതും ചീത്തയും. ഇതിൽ ദൈവം മനുഷ്യനോട് പറയുന്നത് എന്താ? നിങ്ങൾ ഇതുകൊണ്ട് നല്ലതാണ് കാണുന്നത്. നാവ് കൊണ്ട് നല്ലതും പറയാം, ചീത്തയും പറയാം. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ വളരെ നല്ല തെറി പറയാൻ എനിക്ക് പറ്റൂലേ? നല്ല തെറി പറയാൻ പറ്റും, നല്ല കാര്യങ്ങളും പറയാൻ പറ്റും. ദൈവത്തിന്റെ കൽപ്പന ഈ നാവ് കൊണ്ട് നല്ലതേ പറയാവൂ, ചീത്ത പറയരുത്. ഇങ്ങനെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങൾക്കാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടത്, ചീത്ത കാര്യങ്ങൾക്കല്ല. പക്ഷെ ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്ഷിമൃഗാദികളെ പോലെയല്ല. പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവയെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു പട്ടിക്കറിയാം പട്ടിയായി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെ? ഒരു പൂച്ചയ്ക്കറിയാം പൂച്ചയായിട്ട്, ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കഴുതയ്ക്കും ഒക്കെ അറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, ജന്മം കൊണ്ടല്ല ഒരാൾ മനുഷ്യനാവുന്നത്. ജന്മം കൊണ്ടല്ല ഒരാൾ മനുഷ്യനാവുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. പക്ഷിമൃഗാദികളുടെയും മനുഷ്യന്റെയും ജീവിതം താരതമ്യം ചെയ്താൽ. ഇപ്പൊ നമ്മളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു കുളക്കടവിൽ ഒരു താറാവ് കുഞ്ഞിനെയും അതുപോലെ തന്നെ ഒരു കഴുത കുഞ്ഞിനെയും മുട്ടിലഴഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെയും വെച്ചു എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? അതിങ്ങനെ നിരീക്ഷിച്ചാൽ ഈ മനുഷ്യന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ ഒരുപാട് സാധ്യതകളുള്ളവനാണ്, അല്ലെ? തിമിംഗലം മുതൽ ആന വരെയുള്ളവയെ അടക്കി ഭരിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെന്ന് പറയാവുന്ന മനുഷ്യർ. പക്ഷെ മനുഷ്യന്റെ പരിമിതിയോ? അത് ഈ സംഭവത്തിൽ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വെള്ളം കണ്ടാൽ താറാവിന്റെ കുഞ്ഞ് എന്ത് ചെയ്യും? താറാവിന്റെ കുഞ്ഞ് അതിലേക്ക് എടുത്തു ചാടി നീന്തി തുടിച്ചു പോകും. കഴുതക്കുഞ്ഞ് എന്ത് ചെയ്യും? വെള്ളം കണ്ടാല് കഴുതയാണ്, പക്ഷെ കഴുത എന്ത് ചെയ്യും? പിറകോട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. മനുഷ്യക്കുട്ടി എന്ത് ചെയ്യും? വെള്ളത്തിൽ ചാടി ചത്തുപോകും. ഇതല്ലേ സംഭവിക്കാം? ഇതെന്താ സംഭവം? ആ വെള്ളത്തിൽ ചാടിയാൽ നീന്താനുള്ള ഒരു വിവരം, ഒരു കഴിവ് ആര് കൊടുത്തിട്ടുണ്ട്? സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ അത് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ആ വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകുമെന്ന വിവരം കഴുതയ്ക്ക് ആര് കൊടുത്തിട്ടുണ്ട്? കഴുതക്കുഞ്ഞിനെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യക്കുഞ്ഞ് അത് കൊടുത്തിട്ടില്ല. ഈ പരിമിതി മനുഷ്യന് എല്ലായിടത്തും ഉണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ എന്ത് ചെയ്യുന്നത്? യുക്തിവാദികൾ എന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നത്? പക്ഷിമൃഗാദികളെ പോലെ തന്നെയാണ് മനുഷ്യരും എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ മനുഷ്യരും പക്ഷിമൃഗാദികളും ഒരുപോലെ ആവുന്നത്? മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ സ്വന്തം കാഷ്ടവും മത്തിത്തലയും വെച്ചു കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി എന്താ തിന്നുക? എന്താണ് കഴിക്കുക? മത്തിത്തലയെ കഴിക്കുള്ളൂ. മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ചു കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടി കുഴച്ച് കഴിക്കും. ഇതാണ് മനുഷ്യൻ. സ്വന്തം മലവും കഴിക്കുമാര്? മനുഷ്യക്കുട്ടി. ഒരു പട്ടിക്കുട്ടി എന്ത് ചെയ്യില്ല?
സ്വന്തം മലം കഴിക്കൂല. പക്ഷെ മനുഷ്യക്കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനെ ഈ പട്ടിയും ഈ മനുഷ്യനും ഒരുപോലെയാവുന്നത്. ഈ മനുഷ്യക്കുട്ടിയോട് ആ സന്ദർഭത്തിൽ പറയണം, മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം. ഈ അരുത് എന്ന് പറയും, ഇതിനാണ് ഹറാം എന്ന് നമ്മൾ പറയുക. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുതാത്ത കാര്യങ്ങളാണ്. പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ അരുതാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മനുഷ്യന് പക്ഷെ അരുതായ്മകൾ എന്ത് എന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അവ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ്. അങ്ങനെ ഉണ്ടല്ലോ, അവയുടെ നേച്ചർ. മനുഷ്യൻ പക്ഷെ മനുഷ്യനാകുന്നത് നേച്ചർ അനുസരിച്ചല്ല, കൾച്ചർ അനുസരിച്ചാണ്. ഈ കൾച്ചർ ആണ്, ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൾച്ചർ ഉണ്ടാവാനുണ്ട്. ആ കൾച്ചർ എന്ന് പറയുന്നത് രൂപപ്പെടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ചില വിലക്കുകൾ, ചില അതിരുകൾ പാലിക്കണം. അതിരുകൾ പാലിക്കാതിരുന്നാൽ മനുഷ്യനല്ലാതായി മാറും. പിന്നെ മൃഗമായിട്ടല്ല മാറുക, പിശാചായിട്ടാണ് മാറുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷിമൃഗാദികൾ മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. കാട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. കാട്ടിൽ ഒരു സിംഹവും വിശപ്പടങ്ങിയാൽ രണ്ടാമതൊരു മുയലിനെ വെറുതെ വേട്ടയാടൂല. ഒരു പുലിയും വിശപ്പടങ്ങിയാൽ രണ്ടാമതൊരു മാനിനെ വെറുതെ കൊന്നിടുന്ന പരിപാടി ഇല്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, കൊന്നു കൂട്ടും, നിരപരാധികളെ കൊന്ന് കൂട്ടും. അങ്ങനെയല്ലേ? ഇത് ഇര ചേരുന്നിടത്ത് മാത്രമല്ല, ഇണ ചേരുന്നിടത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷിമൃഗാദികളിലൊക്കെ ഇണ ചേരുന്നിടത്ത് സീസൺ വരെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഒരു 4-5 ഈച്ചകൾ കൂടിയിട്ട് ഒരു പെണ്ണീച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന പരിപാടി ഇല്ല. അങ്ങനെയല്ലല്ലോ. കുറച്ച് ഒരു 4-5 പൂച്ചകൾ കൂടിയിട്ട് ഒരു പെൺപൂച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ഈച്ചയും പൂച്ചയും മാത്രമല്ല, പുലി ചെയ്യാറുണ്ടോ? കണ്ടമൃഗങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മനുഷ്യനോ? മുലപ്പാൽ മണം മറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ 60 കഴിഞ്ഞ വൃദ്ധകളെ വരെ പിച്ച് ചീന്തുന്ന ഇതിന് മൃഗീയത എന്നല്ല പറയാ. പിന്നെന്താ പറയേണ്ടത്? ഇത് പൈശാചികതയാണ്. അപ്പൊ മനുഷ്യൻ അതിരുകൾ വിട്ടാൽ പിന്നെ സംഭവിക്കുക മൃഗമാവുകയല്ല ചെയ്യുക, പിശാചാവുക. ഈ പൈശാചികതയാണ് ഇന്ന് ലോകത്ത്. ഫലസ്തീനിലൊക്കെ നമുക്കറിയാലോ, പൈശാചികതയാണ് യഥാർത്ഥത്തിൽ ഇന്ന്. ഇത് മൃഗീയത എന്ന് പറയരുത്. കാരണം മൃഗങ്ങളത് ചെയ്യില്ല. കാരണം അവയ്ക്ക് അവയുടേതായ ഒരു വ്യവസ്ഥയുണ്ട്. മനുഷ്യനും വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ മനുഷ്യനായി മാറാനുള്ള വ്യവസ്ഥ, ഇത് പറയാനും പഠിപ്പിക്കാനുമാണ് പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചത്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണ് വിധിവിലക്കുകൾ ജീവിതത്തിൽ, കള്ളിയും കോളവും ജീവിതത്തിൽ വേണമെന്ന് വെച്ചത്. മനുഷ്യൻ ഒരു കൾച്ചർ, സംസ്കാരം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ മൂത്രമൊഴിക്കൽ ഒരു പ്രകൃതമാണ്. പക്ഷിമൃഗാദികളൊക്കെ മൂത്രമൊഴിക്കുന്നുണ്ട്. പക്ഷിമൃഗാദികളൊക്കെ മൂത്രമൊഴിക്കും, അത് നേച്ചറാണ്. പക്ഷെ അത് കൾച്ചറിലേക്ക് മാറുന്നത് എപ്പോഴാണ്? മൂത്രം ഒഴിച്ച പോരാ, കഴുകണം എന്നുള്ളിടത്തേക്ക് എത്തുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അതിന് മറയും മര്യാദയും പാലിക്കുമ്പോഴാണ്. പക്ഷിമൃഗാദികൾക്ക് അതില്ലല്ലോ. അതിനൊരു പ്രകൃതമുണ്ട്, അത് നേച്ചറാണ്. പക്ഷെ അതിന് ചില മറയും മര്യാദയും, അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പറയാൻ കുറേ എല്ലാ തലങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും അതുണ്ട്. ഇപ്പൊ വെള്ളം കുടിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ ചാരായം കുടിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടല്ലോ. വിവാഹം കഴിക്കാൻ വ്യഭിചരിക്കാൻ പാടില്ല, കൈക്കൂലി വാങ്ങാൻ പാടില്ല. കാരണം അതിൽ നിന്നാണ് കൾച്ചർ രൂപപ്പെടുക. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കൾച്ചർ ഉണ്ടല്ലോ, അത് ഇത് പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാർ വന്നു. ഇതാണ് വേദങ്ങളിലൂടെ മനുഷ്യന് കൈമാറ്റം ചെയ്യപ്പെട്ട മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ വീണ്ടെടുപ്പാണ് കാലം തേടുന്നത്. ഈ പറയുന്ന മൂല്യങ്ങൾ ഇത് മുള പൊട്ടുന്നത് എവിടുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മുള പൊട്ടുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഉടലെടുക്കുന്നത് എവിടുന്നാണ്? കുടുംബത്തിൽ നിന്നാണ്, അല്ലെ? കുടുംബത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഇണകൾ എന്ന് പറയുന്ന ഭാര്യ ഭർത്താവ് ഇണകൾ, അവ ഇണ ചേരുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തി രൂപപ്പെടൽ, അത് പിന്നെ ഒരു കുടുംബമായി മാറും. അതിങ്ങനെ വികാസം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കുടുംബ സംവിധാനമായിട്ട് ശരിക്കും ഏതെങ്കിലും ഭരണഘടനയിലൊന്നും എഴുതി ചേർക്കപ്പെട്ടതല്ല കുടുംബഘടന എന്ന് പറയുന്നത്. അതൊരു ദൈവിക സ്ഥാപനമാണ്. ആ കുടുംബം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനുഷ്യനുണ്ടാകുന്നത്. കാരണം കാരുണ്യത്തിന്റെയും പങ്കുവെപ്പിന്റെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മൂല്യങ്ങൾ, ഇതൊക്കെ മുള പൊട്ടുന്നത് കുടുംബത്തിൽ നിന്ന്. പക്ഷെ ഇപ്പോ പുതിയ വാദക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബം ഇത് തകർത്ത് കളയേണ്ട ഒന്നാണ്. ഈ കുടുംബം പാടില്ല, ഇത് തകർന്ന് പോകേണ്ട, തകർത്ത് കളയേണ്ട ഒന്നാണെന്നാണ്. ഒരു പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ചിലപ്പോ. നമ്മൾ ഈ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയുടെ സംവിധായകൻ കാതൽ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് വേറൊരു സിനിമ ഇറക്കിയിരുന്നു. ആ സംവിധായകൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്റെ ഈ സിനിമ കണ്ടിട്ട് ഒരു കുടുംബമെങ്കിലും തകർന്നാൽ ഞാൻ അതിൽ വിജയിച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ?
കുടുംബത്തെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി സിനിമാ നിർമ്മാണം അടക്കം, വിദ്യാഭ്യാസ മേഖല അടക്കം, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിക്കാതെ പുരോഗമനത്തിന്റെ ഒരു ആശയം എന്നാ വിചാരിക്കുക. കുടുംബ തകർച്ചയ്ക്കുള്ള യഥാർത്ഥ തിരികൊളുത്തലാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെയാണ്. കാരണം കുടുംബം തകരേണ്ടതുണ്ടെന്നാണ്. അത് തകർന്നാല് യഥാർത്ഥത്തിൽ ഇവിടെ ആളുകൾ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യന്മാര് സ്വന്തം ഇച്ഛകളെ തന്നെ ദൈവമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മനിത്തഹദ ഇലാഹു ഹവ. ദേഹേച്ഛകളെ തന്നെ ദൈവമാക്കുന്നവരെ താങ്കൾ കണ്ടുപോകണം. ഇത് ദേഹേച്ഛകൾ, അവനവന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ഇതിനെ ദൈവമാക്കുക. അങ്ങനെ ഉണ്ടല്ലോ. ആ ഇച്ഛകൾ തന്നെയാണ് അവരുടെ എന്ത്, അതാണ് ദൈവം. അപ്പോൾ ആ ഇച്ഛകളുമായി ബന്ധപ്പെട്ട അതിന് താല്പര്യങ്ങൾ പൂർത്തീകരിക്കുക, അങ്ങനെ ഒരു മതമുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ പറയുന്ന ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം പോലത്തെ സംവിധാനങ്ങൾ, ധാർമ്മികത, മൂല്യങ്ങൾ, വേദങ്ങൾ, പ്രവാചകന്മാര്, ദൈവം, പരലോകം, ഇതൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഇല്ലാതായാലേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതൊക്കെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയുള്ളൂ, പ്രയോഗവൽക്കരിക്കാൻ കഴിയുള്ളൂ എന്നത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയാണ്. ഏതായാലും ആ അർത്ഥത്തിൽ കുടുംബത്തെ തകർക്കൽ എന്ന് പറയുന്നത് വളരെ വലിയ ആസൂത്രിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, ആ തകർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധപൂർവം അല്ല സംഭവിക്കുക, അറിയാതെ നമ്മളൊക്കെ അതിന്റെ ആളുകളായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നതാണ്. അത് മനസ്സിലാവുക, അതിന്റെ ഒരു പ്രാധാന്യം, പ്രസക്തി മനസ്സിലാവുക. നിങ്ങൾ വൃദ്ധസദനത്തിൽ പോയി നോക്കിയല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. വൃദ്ധസദനത്തിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഈ വൃദ്ധസദനങ്ങളിലൊക്കെ പോയാല് അവിടെയുള്ള മാതാപിതാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ മാതാപിതാക്കളല്ല അവിടെ നിന്നുള്ളത്. ഒക്കെ നല്ല അറിവും വിവരവും ബുദ്ധിയും ബോധവും അല്ലെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നവരുടെ തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രാധാന്യവും പ്രസക്തി എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കുടുംബ ഘടനയിൽ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതമാണ് യഥാർത്ഥ മനുഷ്യനുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായ ഒന്നാണ്. അതില്ലെങ്കിൽ സംഭവിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചോരത്തളപ്പുള്ള ഒരു സമയത്ത് അതൊക്കെ പറയാം, മനുഷ്യന് നിസ്സഹായാവസ്ഥകളുണ്ട്. അല്ലെ, ഈ പ്രായമായവർക്ക്, വയസ്സായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ പദവിയും അംഗീകാരവുമുള്ള ഒറ്റ സ്ഥാപനേ ലോകത്തുള്ളൂ. അതെന്താ? പ്രായമാകും തോറും പദവി കൂടുന്ന ഒറ്റ സ്ഥാപനേ ലോകത്തുള്ളൂ. അതെന്താണെന്നറിയാലോ? അത് കുടുംബമാണ്. ഈ കാരണവന്മാരെന്നൊക്കെ പറയൂലേ, അവർക്കൊരു സ്ഥാനം ഉണ്ടല്ലോ, ഒരു ഇടം ഉണ്ടല്ലോ. കുടുംബം ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഇടം വൃദ്ധ, പിന്നെ അതില്ലല്ലോ. അങ്ങനെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പിന്നെ പരിഗണിക്കാൻ എന്തില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. മാത്രമല്ല നിസ്സഹായരായ മനുഷ്യരില്ലേ, അംഗവൈകല്യങ്ങളുള്ള, വ്യത്യസ്ത സഹായങ്ങൾ ആവശ്യം വരുന്നതായ അവസ്ഥയിലുള്ള, നിസ്സഹായാവസ്ഥകളുള്ള ഇത്തരം ആളുകൾക്കൊക്കെ ആശ്രയവും കാരുണ്യവുമാകുന്നത് യഥാർത്ഥത്തിൽ പിന്നെ തണലുമാകുന്നത് കുടുംബമാണ്. ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് മനുഷ്യന്റെ നിസ്സഹായതകള്, അതിൽ നിന്ന് ഡിപ്രഷൻ, ആത്മഹത്യ പോലെയുള്ള അവസ്ഥയിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. സാധാരണ നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭാര്യ, ഭർത്താവ്, അതൊരു പഴയ തലമുറയുണ്ടാവും, പുതിയ തലമുറയുണ്ടാവും. ഈ പഴയ തലമുറ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മക്കളാണ്. ഇതിൽ ഇവർ തമ്മിൽ തന്നെയുള്ള ഇടപെടലുകളിലെ, ഇടപഴക്കങ്ങളിലെ മുൻഗണനാക്രമങ്ങൾ വരെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മാതാപിതാക്കൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് അച്ഛനോടാണോ അമ്മയോടാണോ ഏറ്റവും കൂടുതൽ കടപ്പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയാ? അച്ഛനോടാണോ അമ്മയോടാണോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടപ്പാട്? അമ്മയോട് എന്നാണ്. ഇത് ഒരു തവണ അല്ല പറഞ്ഞത്. പ്രവാചകനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയോടാണെന്ന് ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്. കാരണം അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ ആരോടായിരിക്കും? അപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോട്. വീണ്ടും ചോദിച്ചപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോട്. മൂന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ അച്ഛനോട്, പിതാവിനോട്. ആദ്യത്തെ 3 തവണയും മാതാവിനോടുള്ള ആ കടപ്പാടുണ്ടല്ലോ, ഇത് നൊന്ത് പ്രസവിച്ച ഒറ്റ വളർത്തിയ ആ മാതാവിനോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ അത് തീർത്താൽ തീർക്കുന്നതല്ല, തീരാവുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നത് എന്ത്? മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. അങ്ങനെയല്ല, മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്ന് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? മാതാപിതാക്കളുടെ
പ്രീതിയിലാണ് ദൈവത്തിന്റെ പ്രീതി. മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം. നമ്മളൊന്ന് ആലോചിക്കുക. ഇത് മാതാപിതാക്കളുടെ കോപം ദൈവകോപത്തിന് കാരണമാകുന്ന, മാതാപിതാക്കളുടെ പ്രീതി ദൈവപ്രീതിക്ക് കാരണമാകും. അപ്പൊ ദൈവപ്രീതിക്ക് ഉള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിതാണ്. ഇത് ദൈവപ്രീതിക്ക് നേർച്ചകൾ, വഴിപാടുകൾ, ഇങ്ങനെ ഒരു പരിപാടിയെ ദൈവം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ. സ്രഷ്ടാവായ ദൈവത്തിന് നമ്മളുടെ കാശിന്റെ ആവശ്യമില്ല. അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ദൈവത്തിന് നമ്മളുടെ ആലത്തൂരിലുള്ള നിങ്ങളുടെ ചില്ലിക്കാശിന്റെ ആവശ്യം അണ്ടകടാഹങ്ങളുടെ സ്രഷ്ടാവിന് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പോലും വിശ്വസിക്കൂല, മനസ്സിലാക്കൂല. യഥാർത്ഥ ദൈവത്തിന് അറിഞ്ഞാൽ. പക്ഷെ ആ ദൈവത്തെ അല്ലപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും. യഥാർത്ഥ ദൈവ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് എന്താ? മാതാപിതാക്കളെ മാന്യമായി നല്ല നിലയിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നിങ്ങൾക്കുണ്ടാവും. എന്നാൽ പ്രീതി വേണോ ദൈവത്തിന്റെ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ മാന്യമായി, എത്രത്തോളം അറിയോ, അവര് പ്രായം ചെന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട ചില അവസ്ഥ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരാവുന്ന സ്വഭാവത്തിൽ പെരുമാറിയെന്ന് വരും. പക്ഷെ ഛേ എന്നുള്ള ഒരു മുഖം ചുളിച്ച വർത്തമാനം പോലും പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ദൈവ മനുഷ്യനോട് അറിയിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ കുറച്ച് മുമ്പ് ഒരു വാർത്ത, മനോരമ പത്രത്തിൽ അത് എഡിറ്റോറിയലായിട്ട് തന്നെ വന്നിരുന്നു. അതായത് ഒരു പിതാവ് സൗദി അറേബ്യയിലാണ്, ഒരു ജ്യേഷ്ഠനെതിരിൽ അനിയൻ കേസ് കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജ്യേഷ്ഠന്റെ വീട്ടിലാണ് 102 വയസ്സോ മറ്റോ പ്രായമുള്ള പിതാവുള്ളത്. പക്ഷെ അനിയനെ നോക്കാൻ വിട്ടുകൊടുക്കുന്നില്ല. ഇത് പിതാവിനെ നോക്കാൻ അനിയന് വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് അനിയന് പക്ഷെ പിതാവിനെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടിലേക്കും പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജ്യേഷ്ഠൻ സമ്മതിക്കാത്തത് കൊണ്ട് കേസ് കൊടുക്കും. അതായത് വൃദ്ധനായ പിതാവിനെ സംരക്ഷിക്കാൻ മത്സരിക്കുന്ന മക്കളെ സൃഷ്ടിക്കുന്ന ഈ തിരിച്ചറിവുണ്ടല്ലോ, ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ 7-ാം നൂറ്റാണ്ടിലെ നിയമത്തിന് ഇന്നെന്താ പ്രസക്തി എന്നൊക്കെ ചിലർ ചോദിക്കും. ആ 7-ാം നൂറ്റാണ്ടിലെ അന്നത്തെ നിയമത്തിനാണ് യഥാർത്ഥത്തിൽ ഒന്നിന്റെ പ്രസക്തി വിലയിരുത്തേണ്ടത് പഴക്കം നോക്കിയിട്ടല്ല. കാരണം എന്താ? സൂര്യൻ എത്ര പഴക്കമുണ്ട് പക്ഷെ അതിന്റെ പ്രകാശത്തിന് ഒരു വില കുറവും വന്നിട്ടില്ലല്ലോ. വായു ഒരുപാട് പഴക്കമുള്ളതാ, പക്ഷെ അതിന്റെ പ്രസക്തിക്ക് ഒരു മങ്ങലുമേറ്റിട്ടില്ല. വെള്ളം ഒരുപാട് പഴക്കമുണ്ട്, പക്ഷെ അതിന്റെ പഴക്കമല്ല ഒന്നിന്റെ പ്രസക്തിയെ നിർണ്ണയിക്കുന്നത്. അതിന് പകരം അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദം, മനുഷ്യനെ മനുഷ്യനാക്കാൻ പര്യാപ്തമാകുന്നുണ്ടോ, ആ അർത്ഥത്തിൽ അത് പ്രസക്തമാണോ എങ്കിൽ അത് എല്ലാ കാലത്തും എന്താണ്? ഇതാണ് ഈ മാറുന്ന സമൂഹത്തിൽ മാറാത്ത മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ സംഭവിക്കുക, മുമ്പ് പത്രത്തിൽ വായിച്ചു ഒരു പരസ്യം, പിന്നെ ഒരു അമ്മക്കഥയാണ്. പരസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്യവാചകത്തിൽ കൊടുത്തിരിക്കുന്നു, പട്ടിയെ കാണാതായിരിക്കുന്നു, കിട്ടുന്നവർ വിവരം അറിയിക്കുക, പാരിതോഷികം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം വൃദ്ധസദനത്തിൽ നിന്ന് ഫോൺ വരുന്നു. എന്താണ് ഫോണ്? താങ്കളുടെ മാതാവും താങ്കളുടെ പട്ടിയും ഇവിടെ സുഖമായിരിക്കുന്നു, താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. സംഭവം എന്താ? അതായത് മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്, പട്ടി കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മാതാവിനോട് പട്ടിക്ക് സ്നേഹമുണ്ട്, പക്ഷെ സ്വന്തം കുട്ടിക്ക്. ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്ത് അതിന്റെ ഒരു വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഈ കാലത്ത് എത്ര പ്രസക്തമാണ്. നിങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോയി അമ്മമാരുടെ കണ്ണീര്, അല്ലെ, അവരുടെ പ്രായമായ അവരുടെ കണ്ണീര് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രയാണെന്നുള്ളത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ചിലയിടത്തൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് ജനം പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്കിയിട്ടില്ല. പക്ഷെ വീടിനകത്ത് ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ അവഗണിക്കപ്പെട്ട പാഴ്വസ്തുക്കളായിട്ടാണ് ഇപ്പോൾ പലയിടത്ത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ദൈവകോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനത്തിന്റെ പ്രസക്തി നമ്മളൊന്ന് ആലോചിക്കുക. അങ്ങനെയുണ്ടല്ലോ. എന്ന് മാത്രമല്ല, അപ്പോ ഇനി പുതിയ തലമുറയിലേക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലോ. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മക്കളാണ്. മക്കളിലുണ്ടല്ലോ ആണും പെണ്ണൊക്കെ. അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് കുഞ്ഞാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? അമ്മച്ചത് ശരിക്കും പറഞ്ഞു. എല്ലാ സദസ്സന്നെ ആലോചിച്ച് നോക്കുക, ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞു നോക്കി അറിയാം. ആദ്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് കുഞ്ഞ് ജനിക്കണം എന്നാ എല്ലാവരും ആഗ്രഹിക്കുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ ആൺകുഞ്ഞ്, ഒരു സംശയമില്ല. അതിൽ മറ്റത് കാപട്യായിരിക്കും. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പെൺകുഞ്ഞ് എന്ന് പറയുന്നെങ്കിൽ കാപട്യായിരിക്കും. ആൺകുഞ്ഞ് എന്ന് പറഞ്ഞാൽ
പക്ഷേ ഈ പെൺകുട്ടികളോട് നമുക്ക് വല്ല വ്യക്തിവൈരാഗ്യം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പെൺവിരോധികളാക്കിയത്? ആരാ നമ്മൾ പെൺവിരോധികളാക്കിയത്? നമുക്ക് എന്ത് ഉപദ്രവമാണ് അവർ ചെയ്തത്? എന്താ ഈ വൈരാഗ്യം വരാനുള്ള കാരണം എന്താണ്? എന്താണ് ഈ വൈരാഗ്യം വരാനുള്ള കാരണം? അപ്പൊ നമുക്കറിയാം ആ വൈരാഗ്യം കാരണം എന്ത് സംഭവിക്കുന്നത് അറിയോ? നമ്മളിപ്പോ ഇന്ന് ക്ലിനിക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നത് എന്താണെന്ന്? ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ട് ക്രിമിനൽ കുറ്റമായി? ഗർഭാശയത്തിൽ കിടക്കുന്നത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊന്നുകളയും. ആരാണ് നമ്മളെ ഈ കൊലയാളികളാക്കുന്നത്? ആരാണ് ഇതിങ്ങനെ ആക്കിയത്? നമുക്കൊരു വൈരാഗ്യവും പെൺകുട്ടികളോടില്ല, ഉറപ്പല്ലേ? ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷെ ആരാണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത്? അതിന് കാരണം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്ഥിതിയുടെ ഈ ജീവിക്കുന്ന വ്യവസ്ഥിതിക്കും അതിൽ പങ്കുണ്ട്. അങ്ങനെയുണ്ട്, വ്യവസ്ഥിതിക്കും അതിൽ പങ്കുണ്ട്, കാഴ്ചപ്പാടുകളിൽ അതിൽ പങ്കുണ്ട്. ഞാൻ മുമ്പ് ഖത്തറിൽ പോയ സമയത്ത് ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഒരു സങ്കടം പറയാനാണ് വരുന്നത്. അദ്ദേഹത്തിന് ആദ്യം ഒരു കുഞ്ഞുണ്ട്, പെൺകുട്ടിയാണ്. അപ്പൊ ഭാര്യ ഗർഭിണിയാണ്, ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണ്. അപ്പൊ ഭാര്യയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ അബോർഷൻ വിധേയമാക്കണം, ആ കുട്ടിയെ അബോർഷൻ ചെയ്യണം. പക്ഷെ ഇദ്ദേഹത്തിന് അതിന് സമ്മതമല്ല. അങ്ങനെ അവർ കുടുംബത്തിൽ വഴക്കാണ്, അതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നമാണ്. ഭാര്യയ്ക്കാകട്ടെ രണ്ടാമതൊരു പെൺകുട്ടിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതായിരുന്നു വിഷയം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല, ഈ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഇവിടെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം ഒരു കുറ്റമല്ല. ഇത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ലിംഗനിർണയം അവിടെ ഒരു പ്രശ്നമല്ല. കാരണം അവിടെ പെൺകുട്ടികൾ ജനിക്കുന്നത് പേടിയല്ല. അപ്പോ അവർക്കത് പേടിയല്ലാതാവുകയും നമുക്കത് പേടിയാവുകയും ചെയ്യുന്നു. മക്ക മനുഷ്യരാണല്ലോ. പ്രശ്നം എന്താ? കാഴ്ചപ്പാടിൻ്റെതാണ് പ്രശ്നം. ഈ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് ഇവിടെ വനിതാ വിമോചന പ്രവർത്തകര് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഇവരെത്ര മുദ്രാവാക്യം വിളിച്ചാലും ഈ പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിൽ നിന്ന് അവരെ, അല്ലെങ്കിൽ പെൺകുട്ടികളോടുള്ള ഈ വൈരാഗ്യം നമ്മളിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അങ്ങനെയൊന്നുമല്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ അബദ്ധങ്ങളാണ് ഈ പറയുന്നത്. അതിനപ്പുറത്ത് കാഴ്ചപ്പാടുകൾ മാറണം. ആരാണ് ഈ പെൺകുട്ടി? പ്രവാചകൻ പറയുന്നുണ്ട്. കാരണം പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ. അവര് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത്ര പുരോഗമിച്ചിട്ടില്ല. ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള സാങ്കേതിക വിദ്യ അന്നില്ല. അതുകൊണ്ട് ജനിച്ചാലേ അറിയുള്ളൂ ആണാണോ പെണ്ണാണോ എന്ന്. അപ്പൊ അന്നും ഇന്നുള്ള പുരോഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ പുരോഗതി എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. ആ അർത്ഥത്തിൽ അന്ന് ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ സമൂഹത്തില്. ആ സമൂഹത്തെ പ്രവാചകൻ തിരുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാ? അവരയഥാർത്ഥത്തിൽ അവരും മനുഷ്യരാണെന്ന് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരു 2 സഹോദരിമാർ അല്ലെങ്കിൽ 3 സഹോദരിമാർ മൂലം അല്ലെങ്കിൽ പെൺമക്കൾ മൂലം നിങ്ങൾക്ക് വല്ല പ്രയാസവും അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പെൺജന്മം പാപജന്മമാണെന്നല്ല, അത് പുണ്യജന്മമാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് പെൺജന്മം പുണ്യജന്മങ്ങളാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഈ പുണ്യജന്മങ്ങളാണ് പെൺജന്മം എന്ന ഒരു കാഴ്ചപ്പാട് മാറുന്നതോടുകൂടി പിന്നെ നമുക്ക് ആ ക്രിമിനൽ കുറ്റമാകുന്ന നിയമമാണെങ്കിൽ എടുത്തു കളയാൻ പറ്റും. പക്ഷെ ഈ കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. ഗവൺമെന്റിന് ഇങ്ങനെ നിയമം ഉണ്ടാക്കാൻ പ്രേരണ നമ്മളാണ്. അതിന് കാരണം നമ്മുടെ കാഴ്ചപ്പാടാണ്. തിരുത്തണം. പ്രവാചകൻ അത് തിരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. പെൺകുട്ടികൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? അവരും സ്വർഗത്തിന് കാരണമാകുന്ന പുണ്യജന്മങ്ങളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നല്ലാതെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴിയില്ല. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്? മനുഷ്യൻ പാലിക്കേണ്ട ഇടപാടുകളിലും നിലപാടുകൾ എല്ലായിടത്തും പാലിക്കേണ്ട എല്ലാം വിശദമായി തന്നെ പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ പറ്റും. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഒന്ന് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യത്തിൽപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് എന്തിനാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അതിലാണ് ബർക്കത്ത്, ഐശ്വര്യം ഉണ്ടാകുന്നത് അതിലാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ട് അതിലാണ് പങ്കുവെപ്പുകളും എല്ലാ അർത്ഥത്തിലുള്ള കൈമാറ്റങ്ങളും ഒക്കെ നടക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് ഇത് കൈ കഴുകണം. അതെന്തിനാ? അത് വൃത്തിയുടെ ഭാഗമാണ്. വൃത്തിയുടെ ഭാഗമാണ് കൈ കഴുകണം എന്ന് പറയുന്നത്. വലത് കൈ കൊണ്ട് കഴിക്കണം, അത് ചിട്ടയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടല്ലോ. ദൈവനാമത്തിൽ കഴിക്കണം, അത് നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. ദൈവനാമത്തിൽ കഴിക്കണം എന്നുള്ളത് നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അല്ലെ? ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും
പഠിപ്പിച്ചു. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ നോക്കണം. കാരണം രണ്ട് കാരണത്താൽ നിഷിദ്ധമാകും. ഒന്ന്, സ്വയം നിഷിദ്ധമായ കാര്യങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ഉപഭോഗിക്കുന്ന എല്ലാ കാര്യത്തിലും എന്തുണ്ട്? മനുഷ്യത്വത്തിന് വിരുദ്ധമായതെല്ലാം നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞത്, അല്ലെ? ചായ കുടിക്കാൻ ചാരായം കുടിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അല്ലെ? കൂലി വാങ്ങാൻ കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടല്ല, ഏത് കാര്യത്തിലും എന്തുണ്ട്? ഈ അർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ ആ ലഭ്യമാകുന്ന ഭക്ഷണം അനുവദനീയമാണോ നോക്കണം. ശരിയായ വഴിയിലൂടെ ഉള്ളതാണോ, തെറ്റായ മാർഗത്തിലൂടെ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ തേൻ അനുവദനീയമാണ്, തെറ്റായ മാർഗത്തിലൂടെ ലഭിച്ചാൽ തേനും നിഷിദ്ധമാണ്. അങ്ങനെ ഉണ്ടല്ലോ, തെറ്റായ മാർഗത്തിലൂടെ ലഭിക്കുന്നത് തേനും നിഷിദ്ധമാണ്, ശരിയായ മാർഗത്തിലൂടെ ലഭിക്കുന്ന വിഷവും അനുവദനീയമാണ്. ഇത് ജീവിത വിശുദ്ധിയിലേക്കുള്ള അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ സത്യവിശ്വാസിയല്ല. ഇത് മനുഷ്യന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ വികാസം പ്രാപിച്ച് മൊത്തം മനുഷ്യനെ കുറിച്ച് തന്നെ അതിന്റെ ഒരു കാഴ്ചപ്പാട് പ്രവാചകൻ പഠിപ്പിക്കുന്നതനുസരിച്ച് എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരേ സ്രഷ്ടാവിന്റെ സൃഷ്ടികൾ, അല്ലെ? ഒരേ മാതാപിതാക്കളുടെ മക്കളും ഒരേ സ്രഷ്ടാവിന്റെ സൃഷ്ടികളും ഒരൊറ്റ കുടുംബക്കാരാണ് മൊത്തം മനുഷ്യർ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നുണ്ട്, എന്ത്, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ധർമ്മബോധമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നല്ലവനാണ് നല്ലവൻ. കുലത്തിന്റെ, അല്ലെ, വർണ്ണത്തിന്റെ, വംശത്തിന്റെ ഒന്നും പേരിൽ പ്രത്യേകിച്ച് ആർക്കും യാതൊരു അങ്ങനെ അയിത്തം, തൊട്ടുകൂടായ്മ, ജാതീയത, വർണ്ണവിവേചനം പോലെയുള്ള ഇതെല്ലാം യഥാർത്ഥത്തിൽ തിന്മകളാണ്, സാമൂഹ്യ തിന്മകളാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടതാണ്? ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനെന്ത് വേണം? ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണെന്ന അവബോധം മനുഷ്യന് ഉണ്ടാവൽ അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു മനുഷ്യ സാഹോദര്യത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, എല്ലാ മനുഷ്യരും ഒരു തറവാട്ടുകാരാണെന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മൊത്തം മനുഷ്യ സമൂഹത്തെ നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന വളർന്നു വരുന്നൊരു സാഹോദര്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറയാറില്ലേ? ഈ സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും കുറെ ആളുകളെങ്കിലും സഹോദരി സഹോദരന്മാരെ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, കാപട്യമാണ്. കാരണം എന്താ? സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യും, പക്ഷെ പരസ്പരം തൊടാനോ പരസ്പരം ഇടപഴകുന്നതിനോ ഒന്നും ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ അവരെ എന്ത് ചെയ്യില്ല. പക്ഷെ വർത്തമാനത്തിൽ അതുണ്ടാകും. അതിനപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ സഹോദരി സഹോദരന്മാരാണ് മനുഷ്യർ എന്ന ഒരു കാഴ്ചപ്പാട് വളർന്നു വരേണ്ടതുണ്ട് ലോകതലത്തിൽ തന്നെ എന്ന് പ്രവാചകൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സകല മാനവിക മൂല്യങ്ങളും പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. ആ മരണാനന്തര ജീവിതത്തിൽ അവൻ യഥാർത്ഥത്തിൽ എന്തും അപ്പോഴാണ് ദൈവത്തിന്റെ പ്രീതിക്ക് അവൻ അർഹനാവുന്നതും ആ പരലോക ജീവിതത്തിൽ അവൻ വിജയം വരിക്കുന്നതും അപ്പോഴായിരിക്കുമെന്ന്. അപ്പൊ ആർക്കാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രീതിയും ദൈവത്തിന്റെ സമ്മാനമാകുന്ന സ്വർഗവും ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്ത് മനുഷ്യൻ മാന്യമര്യാദയായിട്ട് ഏറ്റവും നല്ല മനുഷ്യനായി ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്കൊക്കെയുള്ളതാണത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവിതം വരാനുണ്ട്. ഈ ലോക ജീവിതം നശ്വരമാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിന്റെ ഗർഭാശയത്തിലെ 10 മാസക്കാലത്തെ ജീവിതം ഉണ്ടല്ലോ, അത് കുറഞ്ഞ കാലം, അത് കർമ്മരഹിത ജീവിതമാണ്. അതിനേക്കാൾ ദൈർഘ്യമുള്ള ഈ ലോക ജീവിതം കർമ്മജീവിതമാണ്. ഇനി മരണത്തോടുകൂടി കർമ്മഫല ജീവിതമാണ് വരുന്നത്. അത് ശാശ്വതമാണ്. ആ ജീവിതത്തിലാണ് മനുഷ്യന്റെ യഥാർത്ഥ രക്ഷാ ശിക്ഷ എന്ന് പറയുന്ന ഒന്ന് വരാനിരിക്കുന്നത്. അവിടെ മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ഇവിടെ മനുഷ്യൻ ഈ ജീവിതത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ നല്ല മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ഒരു അവബോധമായി മനുഷ്യൻ മാറുന്നതോടുകൂടി പിന്നെ സംഭവിക്കുക, അവൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സൂക്ഷ്മത പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി ബോധ്യപ്പെടും നമുക്ക്. വോൾട്ടേർ എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹം നിരീശ്വരവാദിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ല, പക്ഷെ പാൽക്കാരൻ എന്താവണം? ദൈവവിശ്വാസിയാവണം. എന്താ അതിന് കാരണം? പാൽക്കാരൻ ദൈവവിശ്വാസി ആവുന്നതാണ് ഇഷ്ടം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൽക്കാരന് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, യഥാർത്ഥ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അറിയാതെ പാലിൽ വെള്ളം ചേർക്കില്ല. ഒരു ഡിഗ്രി സ്കോളർ ആവണം എന്നല്ല, കാരണം അങ്ങനെ ഡിഗ്രി സ്കോളറായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ യഥാർത്ഥ ദൈവബോധം ഉണ്ടെങ്കിൽ തിരിച്ചറിവുള്ളവനായി മാറും. അങ്ങനെ വന്നാൽ അറിയാതെ പാലിൽ വെള്ളം ചേർക്കില്ല, അപ്പൊ നല്ല മനുഷ്യനായിട്ട് മാറും.
അപ്പൊ നല്ല മനുഷ്യൻ രൂപപ്പെടുന്നതിനകത്ത് ഈ കാഴ്ചപ്പാട് എന്തുണ്ട്, വലിയ പങ്കുണ്ട്. ഈ അർത്ഥത്തിൽ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നതിനുള്ള എല്ലാ ആശയങ്ങളും ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകളും കാഴ്ചപ്പാടുകളും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാലിക പ്രസക്തി എന്ത് എന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഡയലോഗ് സെന്റർ കേരള ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പല സ്ഥലങ്ങളിലും ചർച്ചാ സംഗമങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ചില ആമുഖ സംസാരമാണ് ഇവിടെ നടത്തിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ, അന്വേഷണങ്ങൾ എല്ലാം ഈ സദസ്സിലുണ്ടാവും. ഇനി അതിനുള്ള സന്ദർഭമാണ്. ആ അർത്ഥത്തിൽ ഇനിയുള്ള സമയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും